അതുപോലെ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ PCOD, അതുപോലെ PCOS, അതുപോലെ സ്ത്രീകളെയും പുരുഷന്മാരെയും ബാധിക്കുന്ന വന്ധ്യത പോലെയുള്ള പ്രശ്നങ്ങൾ. ഇതിനൊക്കെ ഹോമിയോയിൽ ഇപ്പം മെഡിസിൻ ഉണ്ട്, അല്ലെങ്കിൽ അത് ഹോമിയോയിൽ ഫലപ്രദമായി ചികിത്സിക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഒരു ന്യൂസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ അത് പലരും അനുഭവസ്ഥർ പറയുന്നുണ്ട്. ശരിക്കും ഹോമിയോയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആണ് എന്ന് തോന്നിക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണോ ഈ PCODയുടെയും PCOSൻ്റെയും അതുപോലെ ഈ വന്ധ്യത മേഖലയിലെ ചികിത്സയൊക്കെ? ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് സെക്ടറിൽ തന്നെ ഇപ്പോൾ ജനനി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇൻഫെർട്ടിലിറ്റി സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഇപ്പോൾ ഒരു 1000 കേസുകൾ എടുത്തിട്ട് അതിൽ 700-800ഓളം കേസുകൾക്ക് മുകളിൽ സക്സസ്ഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഗവൺമെൻറ് റെക്കോർഡ്സ് തന്നെ ഉണ്ട്. ഓക്കെ. അതിന് പുറമെ ഈ റെക്കോർഡ്സിൻ്റെ 10 ഇരട്ടിയാണ് ഓരോ പ്രൈവറ്റ് ക്ലിനിക്കുകളിലും. അതായത് ഇതിന് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടർമാർ പോലും ഒരുപാട് പേരുണ്ട്. അതായത് 70-80% ആണ് ഇതിന്റെ സക്സസ് എന്നാണ് ഡോക്ടർ പറയുന്നത്. 70% മുകളിൽ മോർ ദാൻ 80% എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PCOD ആണെങ്കിലും ഈ പറഞ്ഞ ഇൻഫെർട്ടിലിറ്റി ആണെങ്കിലും ഒരു പരിധി വരെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ തന്നെയാണ്. അപ്പം ഇത് കൂടുതലായിട്ടും കാണുന്ന ഒബസിറ്റി ഉള്ള കുട്ടികൾ, അതേപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവുള്ള കുട്ടികൾ, അല്ലെങ്കിൽ മെറ്റബോളിസം വളരെ ലോ ആയിട്ട് നിൽക്കുന്ന കുട്ടികൾ. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളിൽ നമുക്ക് ആദ്യം നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ അതിനൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, ഇപ്പോൾ അവർക്ക് ചെയ്യാൻ വേണ്ടി ജിമ്മായിരിക്കും, യോഗ ആയിരിക്കും, സുംബ ഡാൻസ് പ്രോഗ്രാംസ് ആയിരിക്കും, അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയിൽ കൂടെ കടത്തി അവരെ കൊണ്ടുപോയി കഴിയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നു. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതായിരിക്കാം. അതല്ലെങ്കിൽ ഈ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ടായ ആൾക്കാർ വളരെ കഠിനമായിട്ടുള്ള മാനസികമായ സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കാം. ഇപ്പം നിങ്ങൾ തന്നെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ടെലിവിഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ, ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് IT പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പോലീസിൽ ജോലി ചെയ്യുന്ന സ്ട്രെസ്ഫുൾ ആയിട്ട് ജഡ്ജിമാർ പോലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ ഏറ്റവും കൂടുതൽ ബാങ്ക് ജീവനക്കാർ, ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ഒരു വലിയ വിസ്ഫോടനത്തിനകത്ത് നിൽക്കുന്ന പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. കാര്യം ഓരോ ബാങ്കിലുള്ള ഒരു ജീവനക്കാർ തന്നെ വന്നിട്ട് 10 to 5 ആണ് അവരുടെ ടൈമെങ്കിലും ആ ഡ്യൂട്ടി തീർക്കാൻ 8 മണി വരെ വർക്ക് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടാകും. അപ്പം അന്നത്തെ ടാർഗറ്റുകളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. അപ്പോൾ എവിടെയാണ് അവർക്ക് എക്സസൈസ് ചെയ്യാൻ സമയം, അല്ലെങ്കിൽ അവർക്ക് എവിടെയാണ് ഒന്ന് റിലീഫ് ചെയ്യാനുള്ള ടൈം, അല്ലെങ്കിൽ ഈ ഫുൾ ടൈം സ്ട്രെസ്സിലാണ് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു ജഡ്ജിൻ്റെ ഹസ്ബൻഡാണ്. അപ്പം പുള്ളിൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് അവർക്കൊരു പേഴ്സണൽ ലൈഫ് വളരെ കുറവാണ്. കാര്യം അവർക്ക് ഒരു പബ്ലിക് ബൈക്കിൽ ട്രാവൽ ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു തട്ടുകടയിൽ പോയിട്ട് ചായ കുടിക്കാൻ കഴിയുന്നില്ല. അല്ല, ഇത് പറയുന്നത് എന്താണ്, ഒരാൾക്കാർ അനുഭവിക്കുന്ന മാനസികമായ, ഞാനൊരു പ്രൊഫഷനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സംഭവത്തിനെ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷേ ഒരു വ്യക്തി, ഒരു ഹോമിയോ ഡോക്ടർ എന്ന നിലയ്ക്ക് നമ്മളൊരു വ്യക്തിക്ക് കൊടുക്കുന്ന പ്രാധാന്യം, ആ വ്യക്തി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓരോ അസുഖത്തിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മൾ ഹോമിയോ ഡോക്ടേഴ്സ്